1500 രൂപ ഉണ്ട്. ഇത് വെച്ചോ. പറയട്ടെ. അതെ, ഇത് വെച്ചോ. അടുത്ത പരിപാടിക്ക് കൂട്ടി തരാം. പറയട്ടെ, ഇതിരിക്കട്ടെ. ചെല്ല് ചെല്ല്. അടുത്തന്നെ അടിച്ചു പൊളിക്കാന്ന്. അടുത്ത പരിപാടിക്ക് കൂട്ടാന്ന്. ഏത് പരിപാടി? സൂക്ഷിച്ചൊക്കെ പോണോട്ടാ. ഒരു മിഠായി മേടിച്ചിട്ട് ബാക്കി കാശ് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. റേഷൻ ഭണ്ഡാരങ്ങളും ഉണ്ട്. ഹലോ. കാശൊക്കെ കിട്ടിയല്ലേ? പിന്നെ കാശൊക്കെ റെഡിയാണ്. ഇതിൽ 500 കുറവാണല്ലോ. കുറവാണ്. പിരിഞ്ഞിട്ടില്ല. വന്നവന്മാരൊക്കെ ചാപ്പാട് അടിച്ചിട്ട് പോയി കളഞ്ഞ്. ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത കല്യാണം ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കും. അതിന് ആരുടെ കല്യാണം? ഈ വീട്ടിൽ താമാത്രല്ലേ ഉള്ളൂ. ആശാനെ, ഈ പുള്ളിക്കാരുണ്ടാവുമ്പോ മോന്റെ മോളിലെയും കല്യാണത്തിന്റെ കാര്യം പറയണേ. ഓക്കെയാണ്. അത് ശരി. വാടോ. ഇതിന്നും ഒരു 500 രൂപ ലാഭം കിട്ടി. അമ്മച്ചി, ഞാൻ പ്രേതമല്ല, കനകാംബരന. കനകം രാജേഷിന്റെ ഫ്രണ്ടാ. നീ എന്താ ഈ കോലത്തിൽ ഈ നേരത്ത്? അയ്യോ അമ്മേ, എനിക്ക് അവൻ അർജന്റായിട്ടൊന്ന് കാണണം. എന്താ അർജന്റ് ആണെങ്കിൽ ഈ നേരത്ത് കാണാൻ പറ്റില്ല. നീ നേരം എടുത്തിട്ട് വാ. ഇന്ന് അവന്റെ കല്യാണമായിരുന്നു. നീ വന്നില്ലേ? ഞാൻ വന്നിരുന്നു. അത് വലിയ കുഴപ്പമായി അമ്മേ. എന്ത് കുഴപ്പം? അമ്മ അവനൊന്ന് വിളിച്ചേ. എടാ, അവൻ ക്ഷീണം കാരണം നേരത്തെ കിടന്ന് ഉറങ്ങി. അയ്യോ അമ്മ, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അവനൊന്ന് കാണണം. കണ്ടേ പറ്റൂ. പ്ലീസ് അമ്മ. എന്താണെന്നറിയാമോ, ഒരു കുടുംബം തകരുന്ന പ്രശ്നമാണ്. പ്ലീസ്. കുടുംബം തകരുന്ന പ്രശ്നോ? ഇനി അവൻ വല്ല കുഴപ്പം ഉണ്ടാക്കിയ? നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക്. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. രാജേഷേ ഒന്നേ നേറ്റേടാ. ഒന്നേ നേക്കാൻ. ഓ, അല്ലെങ്കിൽ പാതി വേലും ഉറക്കൂലത്തവനാണ്. ഒരു പെണ്ണിന്റെ മണം കേട്ട പോയിട്ട് നേരത്തെ ഉറക്കോയി. ഒന്നേ നേറ്റേടാ. എന്താണ് മിണ്ടായി? നന്നായിട്ടങ്ങ് ഉറങ്ങി വരായിരുന്നു. അപ്പോഴാണ് പാതിരാത്രിയായിട്ട് ഉറക്കൂല നമുക്ക്. എനിക്കല്ല ഉറക്കൂലാത്തത്, നിന്റെ കൂട്ടുകാരനെ. ഏത് കൂട്ടുകാരൻ? ആ കനകൻ. അവൻ വന്ന് പുറത്തേക്കാണ്. നിന്നെ കണ്ടിട്ടേ പോവുള്ളന്ന്. എന്തിന്? ഞാൻ പറഞ്ഞു നീ ഉറങ്ങിയാണ്, നാളെ രാവിലെ വരാൻ. അവൻ കേക്കട്ടെ. എന്താ കുടുംബ പ്രശ്നമാണെന്നാണ് പറയണത്. കുടുംബ പ്രശ്നം? എന്താടാ, നീ വല്ല എടാ കൂടെ ഒപ്പിച്ചാ? നിന്നെ എനിക്കല്ലേ അറിയാവുന്നത്. അമ്മയൊന്നേ, ഞാൻ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല. കല്യാണം കഴിച്ചിട്ട് ഡീസന്റ് ആയി. എന്നാ നിനക്കുള്ള. എന്നാ അവനോട് സംസാരിച്ച് പറഞ്ഞു വിടറ. മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്. എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് തള്ളയുടെ ഒരു കൊലവിളി. ഇനി ഒന്നേന്നും പറഞ്ഞു തുടങ്ങണം. കോനാകൻ. എടാ കനക, നീ എന്താടാ ഈ നേരത്ത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയൂ? എന്റെ കല്യാണ ദിവസം. അത് നിനക്ക്. എനിക്കിന്ന് സാലറി ഡേറ്റാ, ശമ്പള ദിവസം. അത് പറയാൻ വേണ്ടിട്ടാണ് ഈ പാതിരാത്രി നീ കയറി വന്നത്? അല്ല, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഞാനിവിടെ വന്നിരുന്നു നിന്റെ കല്യാണം കൂടാൻ വേണ്ടി. എന്നിട്ടെന്താണോ ഫുഡ് കിട്ടിയില്ലേ? ഫുഡെല്ലാം കിട്ടി. എന്ത് ഫുഡാണ്? പണ്ടേ നീ അർക്കീസാണെന്നറിയാം. എടാ, നിന്റെ കല്യാണത്തിനെങ്കിലും നല്ല ഫുഡ് കൊടുത്തൂടെ? എന്താണ് നിന്റെ വയറ്റിൽ പിടിച്ചില്ലേ? വയറ്റിലൊക്കെ പിടിച്ചു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോ കെട്ടിയോള് കുത്തിന് പിടിച്ചു. എന്തിന്? എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരന്റെ കല്യാണം? കല്യാണം? എന്ത് കല്യാണം? നീയും മോനും വരാൻ നന്നായിട്ടാ. ഒന്നാമത് അവൻ ലോക പിശിക്കൻ, രണ്ടാമത് ഒടുക്കത്തെ ആളും. ഭക്ഷണം വായില് വെക്കാൻ കൊള്ളുകയല്ല. പിന്നെ ആകെയുള്ളത് അവന് ഗുണമാ. നല്ല പിരിവ്, നല്ല ഇമ്മതി കിട്ടിയിട്ടുണ്ടാവും. ഒടുക്കത്തെ കാശുണ്ടാക്കിയിട്ടുണ്ടാവും. ഈ മാസത്തെ ശമ്പളം ഇതിന്ന് ഒരു 500 എടുത്തിട്ടേ അവന്റെ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി 9500 നോക്കിക്കോ. ഇതെന്താ 500?
ഇപ്രാവശ്യം എല്ലാം 500 ഇരുന്നു. ഹൈ, ഇതൊരു 500 ഉള്ളൂ. എന്ത് ഒരു 500? ആ നീ എന്താ ഈ പറയണേ? ഒരു 500 നോട്ടോ, നോക്കട്ടെ. ബാക്കി നോട്ടോ. കല്യാണത്തിന് ബോധമില്ലാണ്ടാണ് പോയത്. കവറ് മാറിയതാ. നിങ്ങൾ ഇത് എന്താ ഈ കാണിച്ചേ? എടി, ഞാൻ ശമ്പളവും വാങ്ങി കമ്പനിയിൽ നിന്ന് നേരിട്ട് രാജേഷിന്റെ വീട്ടിലേക്കാ പോയത് കല്യാണത്തിന്. പോണ വഴിക്ക് ഒരു കടയിൽ കയറി 2 കാലി കവറും വാങ്ങി. ഒന്നിൽ 500 രൂപ അവന് കൊടുക്കാൻ വേണ്ടി പേരും എഴുതിയിട്ടു. ബാക്കി 9,500 രൂപ ശമ്പളം നിനക്ക് തരണ്ടേ? അതിന് നേരെ ഇങ്ങോട്ട് പോന്നു. തിരക്കിനിടയിൽ കവർ മാറിപ്പോയതാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കളിച്ച് ശരിയാവില്ല. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ പോയിക്കൊള്ളണം കല്യാണ വീട്ടിലേക്ക്. കാശ് കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. നിങ്ങൾ ആര്? ടാറ്റേ, ബിർളെ, യൂസഫ് അലിയാ? പിന്നെ ആരാ? നിന്റെ കനകനാടി. കൊനകൻ, മര്യാദക്ക് ഇപ്പൊ തന്നെ പോയിക്കോ. അയാൾക്ക് 100 ചെലവുള്ളതാ. ഇപ്പൊ തന്നെ പോയിട്ട് പൈസ മേടിച്ചോണ്ട് വാ. പോകാനല്ലേ ഞാൻ പറഞ്ഞത്? പൈസ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എടി, ഈ രാത്രി തന്നെ പോണോ? അയ്യടാ, നാളെ കാലത്ത് പോയപ്പോരെ? നേരം വെളുക്കാൻ നിന്നാലേ കാശൊക്കെ ചെലവാവും. അതൊരു കല്യാണ വീടാ. പലരോടും കട മേടിച്ചിട്ടായിരിക്കും ഒരു കല്യാണം നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അല്ലയോ കൂട്ടുകാരൻ? എടി, ഒന്നാമത് ഈ നേരത്ത് ബസ് ഉണ്ടാവില്ല, ബോട്ടും ഉണ്ടാവില്ല. കടത്തുകാരനെങ്കിൽ വീട്ടിലും പോയിട്ടുണ്ട്. നന്നായി. പുഴയുണ്ടല്ലോ അവിടെ, നീന്താൻ അറിയാലോ. നിങ്ങളും ഉണ്ട് ഇവിടെ. വേഗം പോയിക്കേ. അബദ്ധം കാണിച്ചിട്ട് വന്ന് നിക്കുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ കാശ് കിട്ടിയിട്ട് വേണം. നാളെ നേരം വിളിക്കുമ്പോ പത്രക്കാരൻ വരും, വാടകക്കാരൻ വരും, പാലുകാരൻ വരും, കറണ്ട് കാശ് വരും. ഇതൊക്കെ ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഇവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? വിശന്ന് എന്റെ മോൻ കിടന്ന് ഉറങ്ങി. അത് വയറ് നിറഞ്ഞിട്ട് ഉറങ്ങണല്ലേ. കാശും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. നിപ്പുണ്ടല്ലേ. എടി, ഇന്ന് അവന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. കാശും കൊണ്ട് വന്നില്ലെങ്കിലേ നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. പൊക്കോ പൊക്കോ പോവാൻ. എടി, ഞാൻ പറയണ എന്താണെന്നറിയാം? മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത്. പോകാൻ. എന്നെ വെറുതെ പ്രാന്തിയാക്കരുത് കേട്ടോ. ഞാൻ പൊക്കോളാം. കാശും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇതിൽ കൂടുതൽ എന്ത് മാറാനാ? ഞാൻ അവിടെ ചെല്ലുമ്പോ പുഴയിൽ വെള്ളം ഉണ്ടാവുമോ? ഓരോന്നും കാണിച്ചു വെച്ചിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ. 9,500. കാശും കൊണ്ട് വന്നില്ലെങ്കിലേ നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. സ്വാമിയേ, പേരെഴുതാത്ത കവറിന്റെ ഉള്ളിൽ കുറെ നോട്ട് കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ച്. അത് നീ തന്നാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിരിഞ്ഞു കിട്ടിയ കാശ് മുഴുവൻ പന്തലുകാർക്കും ഫുഡുകാർക്കും കൊടുത്ത് തീർന്നടാ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എന്റെ കയ്യിലില്ല. എനിക്കൊന്നും അറിയണ്ടാ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ ഉമ്മറത്ത് ഞാൻ തൂങ്ങിച്ചാവും. കണ്ടോ? എടാ, നിനക്കൊന്നും എന്നെ ടെൻഷൻ പറഞ്ഞ മനസ്സിലാവില്ല. ഈ പുഴ നീന്തി പാതിരാത്രിക്ക് നിന്റെ വീടിന്റെ ഉമ്മറത്ത് ഞാൻ പറഞ്ഞെങ്കിൽ എന്റെ വീട്ടിലെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. ഒരു ഭദ്രകാളി എന്റെ വീട്ടിലുള്ളത്. അവളൊന്ന് ഉറഞ്ഞു തുള്ളിയാൽ രാജേഷേ, നീ കത്തി ചാമ്പലാവും. അയ്യോ, നിങ്ങളുടെ ആ കൂട്ടുകാരന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിരിഞ്ഞു കിട്ടിയ കാശ് കൊണ്ട് കല്യാണം കടവില്ലാതെ നടന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പൊ ഞാനാകെ പിരിഞ്ഞുപോയി. വള, മാല, മോതിരം. ഇനി മോള് വിചാരിച്ചാലേ കനകന്റെ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നോക്കി കൊതിക്കണ്ട. ഇതൊക്കെ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതാ. ആദ്യ രാത്രി തന്നെ ഊരി വാങ്ങിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, സ്വർണ്ണേ. ഇത് കൊടുത്തില്ലെങ്കിൽ കനകൻ ഈ വീടിന്റെ മുന്നിൽ കെട്ടിത്തൂങ്ങി ചാവുന്ന പറഞ്ഞു. കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാ എനിക്കും അമ്മയ്ക്കല്ല പ്രശ്നം. കെട്ടിക്കേറി വന്ന പെണ്ണിന്റെ കുഴപ്പമെന്ന് നാട്ടുകാർ പറയും. ഇതിന്ന് ഒരു വളവൂരിങ്ങി തന്ന കനകന്റെ പ്രശ്നം തീരും.
കൊണ്ടുപോയി കൊടുക്ക്. നല്ല തൂക്കുണ്ടെന്ന് വിചാരിച്ചത്, ഉള്ളു പൊള്ളയല്ലേ. ഇതായാലും മതി. താങ്ക് യു. കനക, ഇനി ദയവ് ചെയ്ത് വള മാറിപ്പോയി മറന്നുപോയി എന്ന് പറഞ്ഞ് നീർനായ നീന്തി വരുന്ന പോലെ പുഴ നീന്തി വരരുത്. നീ ഭാഗ്യവാനടാ. എന്റെ കല്യാണത്തിന് നീ 500 രൂപ തന്നുള്ള പേരുമായി, 500 രൂപ നിന്റെ പോക്കറ്റിലുമായി, ഓസിന് ഫുഡും. വേറെന്ത് വേണം? വിട്ടോ വിട്ടോ വിട്ടോ. ഞാൻ പോട്ടെ. ആ ശരി ശരി വിട്ടോ. എന്റെ കനവോ. സോറി കേട്ടോ മോളെ, ആദ്യ രാത്രി തന്നെ ഇങ്ങനെ ആയിപ്പോയതിൽ വിഷമുണ്ടാ? എനിക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാ തോന്നണേ. ഇനി ഇതുപോലെ പലരും വരുമെന്ന് മനസ്സിലായി. അതുകൊണ്ടേ നാളെ തന്നെ ഗോൾഡ് എല്ലാം ലോക്കറിൽ വെക്കാലോ. അപ്പോഴേ ദൈവമേ, ഇനി ഏതവന്റെ കവറാണോ മാറിയത്? ഇനി ഇതിന്നൊരു തരി സ്വർണം കിട്ടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. തരൂല്ല എന്ന് പറഞ്ഞാ തരൂല്ല. ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആയി.